ഹലോ എവരി വൺ, ഇതാ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഫ്രൂട്ട്സൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ബട്ടർ, പിന്നെ മുട്ട, ബേക്കിംഗ് സോഡ, വാനില എസൻസ്, മൈദ എന്നിവയൊക്കെ എടുത്തു വയ്ക്കാം. ആദ്യം നമുക്ക് ഈ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാതും കൂടെ കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോർ വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ഇതൊന്നും ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ താഴെ ഇതിങ്ങനെ അടിഞ്ഞു കിടക്കും. ബട്ടർ നമ്മളൊരു 300 ഗ്രാമാണ് എടുക്കുന്നത്. ടോട്ടലൊരു 1 kgക്കുള്ളതാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മളൊരു ഷുഗർ, നമുക്ക് 1/2 കപ്പ് ഷുഗറാണ് എടുക്കാൻ പറഞ്ഞത്. ഞാൻ അതിലും കുറച്ചും കൂടി കുറവെടുത്തേക്കണേ. കാരണം ഞങ്ങൾക്ക് മധുരം അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട്. നോർമൽ ഷുഗറാണ് ശരിക്കും ബ്രൗൺ ഷുഗറിനായിട്ടും കുറച്ചുകൂടി കൂടുതൽ ഇട്ടാലാണ് കേട്ടോ മധുരം കിട്ടുക. ഇത് ബ്രൗൺ ഷുഗർ നോർമലി നമുക്ക് മധുരം കുറച്ച് വിചാരിച്ചിട്ടും അളവിൽ കുറവാണ് കിട്ടുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 6 മുട്ട നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യുക. എന്നാൽ അത് കുറച്ചും കൂടി ഫ്ലഫി ആയിട്ട് സോഫ്റ്റായിട്ട് വരുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1 കപ്പ് മൈദ, കുറച്ച് ബേക്കിംഗ് പൗഡർ, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടെ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/2 കപ്പ് ഷുഗറും 1/2 കപ്പ് വെള്ളം കൂടി ബോയിൽ ചെയ്തിട്ട് നമുക്കൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഫ്രൂട്ട്സും ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എയർ ഫ്രയർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ പാനിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് നട്ട്സൊക്കെ വെച്ച് കൊടുക്കുക. നടുവിൽ ഇങ്ങനെ ഒരു ഹോള് പോലെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് നടുവശം താത്തി വെച്ചിട്ടില്ലെങ്കിൽ പൊങ്ങുമ്പോൾ ക്രാക്സ് വരും. ഞാൻ ആദ്യം 45 മിനിറ്റ്സ് 160 ഡിഗ്രിയാണ് വെച്ചത്. പക്ഷേ 20 മിനിറ്റ്സ് ആയപ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ കാണാം മാവൊന്നും വന്നിട്ടില്ല. അതാ മുറിച്ച് നോക്കുമ്പോൾ നോക്കിയേ, നല്ല സോഫ്റ്റായിട്ടുള്ള സൂപ്പർ യമ്മി കേക്ക് റെഡി.